ഞങ്ങൾ ഷൊർണ്ണൂർ പൂരത്തിനായിട്ട് എത്തിയതാണ്ടോ. അപ്പോൾ നോക്കുമ്പോൾ അവിടെ കീർത്തനുണ്ട്. കീർത്തനയ്ക്ക് ഒരു സർപ്രൈസ് ആയിട്ടാണ് വന്നത് കേട്ടോ. കീർത്തനയ്ക്ക് ഒരു മോം ടു ബി ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടാണ് വന്നത്. അവൾ അറിഞ്ഞിട്ട് തന്നെ ഇല്ലേ ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ അറിഞ്ഞത്. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ കേക്കിന് കൊണ്ടാണ് വന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇനി അവിടെ എത്തുമ്പോൾ രാത്രിയാവും. അപ്പോൾ അത് കാരണം അവൾ ഒറ്റയ്ക്കാവില്ലെന്ന് വിചാരിച്ചിട്ട് കേക്കിനും കൊണ്ടാണ് വന്നത്. ഇവിടെ വന്ന് ഫുഡും വെള്ളമൊക്കെ കൊടുത്ത് കേക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഇത്രയും ദൂരം വണ്ടിയിൽ ഇരിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനി ഛർദ്ദിക്കുമോ അങ്ങനെ എന്തെങ്കിലും. പക്ഷേ ഒരു പ്രശ്നമില്ല. ആൾ കുട്ടികളുടെ എന്തെങ്കിലും അവിടെ ഒതുങ്ങിയിരുന്നു. ഞാനൊരു ടർക്കിയിൽ പൊതിഞ്ഞിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. സുന്ദരം കുട്ടനായിട്ട് അവൾ അങ്ങനെ ഒതുങ്ങിയിരുന്നു. അതുപോലെ നമ്മുടെ കുഞ്ഞാവ ഒരു ഉണ്ണീനെയാണ് വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ ഒരു മണിക്കൂറായിട്ടുള്ള പരിശ്രമത്തിലാണ്. പെണ്ണും സായിയും കാലുകൾ. അയ്യോ, അത് സത്യം പറഞ്ഞാലേ ഞാനൊക്കെ ഗർഭിണിയായിരുന്നപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ അറിയില്ലായിരുന്നു. അതേപോലെ ഇങ്ങനെ ഒരു സംഭവം ഒന്നും ഇല്ല തോന്നുന്നുണ്ടെങ്കിലും നമുക്ക് അപ്പോഴത്തെ നമ്മുടെ സാഹചര്യം വെച്ച് നമുക്കതൊന്നും നടന്നിട്ടില്ല. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ മേടിക്കാൻ പോയപ്പോൾ ഒരുപാട് സന്തോഷമായി. ഇങ്ങനെ ഈ ബിഗ് കേക്ക് ഹൗസിലാണ് നമ്മൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഡിസൈൻ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മോം ടു ബിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കേക്ക് വേണമെന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷമായി. അതേപോലെ കുഞ്ഞ് ഉണ്ണേന്റെ മുകളിൽ കിടക്കണതൊക്കെ അടിപൊളി, അത് സൂപ്പർ ആയിരുന്നു കേട്ടോ. അതേപോലെ തന്നെ കുഞ്ഞു പിള്ളേരുടെ കാൽപാദങ്ങള്, അതേപോലെ തന്നെ പാലും കുപ്പി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പാലും കുപ്പി ഒന്നും എടുത്തില്ല കേട്ടോ. അതേപോലെ ചേച്ചിക്ക് ഇത് കുഞ്ഞാവയ്ക്ക് ഇട്ട് കൊടുക്കണം പറഞ്ഞു. ഓക്കെ, കുഞ്ഞാവ് ഇട്ട് കൊടുത്തോളൂ പറഞ്ഞു. ഉണ്ണിമോളം അവിടെ കിരീടം വെക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഉണ്ണിമോളാണ് കേട്ടോ കിരീടം വെക്കണത്. കിരീടം വെക്കാനായിട്ട് ഉണ്ണിമോള് 2-3 പ്രാവശ്യം സെറ്റ് ചെയ്തിട്ടാണ് ഒന്ന് സെറ്റായി വന്നത് കേട്ടോ. എങ്ങനെ വെക്കേണ്ടത് അറിയാതെ ലാസ്റ്റ് ആള് വെച്ചപ്പോൾ സൂപ്പറായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കീർത്തന കിരീടമൊക്കെ വെച്ച് നല്ല സുന്ദരി മണിയായിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ചിഞ്ചു, അതേപോലെ അമ്മ, മേമ, ഉണ്ണിയോള് ഞങ്ങളെല്ലാവരും ബലൂണൊക്കെ വെച്ച് സൂപ്പറായി കേക്ക് വേണ്ടി കട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ പ്രസാദും കീർത്തനയും കൂടി കേക്കൊക്കെ കട്ട് ചെയ്ത് കേക്ക് കട്ടിങ് കഴിഞ്ഞപ്പോഴായിരുന്നു കേട്ടോ രസം. സായിക്ക് ആ കേക്കിൻ്റെ മുകളിലിരിക്കണ ഉണ്ണിവാവില്ലേ, നമുക്കതിനെ കാണുമ്പോൾ തന്നെ എടുക്കാനോ കഴിക്കാനോ തോന്നണില്ല. സായിക്ക് അതിൻ്റെ തല കട്ട് ചെയ്ത് വേണം, കുഞ്ഞാവയ്ക്ക് അതിൻ്റെ ഉടല് വേണം എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിലൊരു തർക്കമായിരുന്നു കേട്ടോ. കേക്കിൻ്റെ ഏത് ഭാഗം വേണം. ലാസ്റ്റ് ഞങ്ങൾ ഉണ്ണീനെ എന്തായാലും ഉണ്ണിമോൾ എടുത്തു. എന്നിട്ട് അത് സൂക്ഷിച്ച് ഉണ്ണിമോൾ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു കേട്ടോ. ഉണ്ണിമോൾ അതിനെ മുറിക്കേണ്ട, അമ്മ അതിന് നല്ല ഭംഗിയുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ അതിനെ മുറിക്കാൻ ഉണ്ണിമോൾ സമ്മതിച്ചില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കേക്ക് ഒരു പ്രത്യേക രുചി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ പൂരപ്പറമ്പിലേക്ക് പോകാൻ കേട്ടോ ചെയ്യുക. ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ച് ഇനി പൂരപ്പറമ്പിൽ പോകും. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇവിടെ നിർത്താൻ കേട്ടോ.